ഹായ് കൂട്ടുകാരെ, 2024 പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറായ ഡബിൾ ബ്ലൈൻഡ് എന്ന മൂവിയുടെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കഥയുടെ വൺ ലൈൻ ഇങ്ങനെയാണ് കേട്ടോ. പണത്തിന് വേണ്ടി ഒരു മെഡിക്കൽ എക്സ്പെരിമെന്റിന്റെ ഭാഗമാകുന്ന തീർത്തും അപരിചിതരായിട്ടുള്ള 7 പേർ. എന്തിനു വേണ്ടിയാണ് എക്സ്പെരിമെന്റ് എന്നൊന്നും അവർക്കറിയില്ല. പക്ഷെ ഈസി ആയിട്ട് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അവർ അതിനെ കണ്ടത്. എന്നാൽ പോകെയാണ് കളി കാര്യമായിട്ട് മാറിയത്. സോ ആ ഒരു പരീക്ഷണം എങ്ങനെയാണ് അവരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയതെന്നും അവസാനം അവരിൽ ആർക്കൊക്കെ ജീവൻ നിലനിർത്താൻ സാധിച്ചുവെന്നും കഥ കണ്ടു തന്നെ അറിയാം. അപ്പോ കൂടുതലൊന്നും പറയാതെ നമ്മൾ ഈ സിനിമക്കുള്ളിലേക്ക് കടക്കുകയല്ലേ. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു ലാബിൽ പരീക്ഷണത്തിനായിട്ട് വെച്ചിരിക്കുന്ന ഒരു സുന്ദരനായിട്ടുള്ള എലിക്കുടനെയാണ്. അവൻ അടച്ചിട്ട ബോക്സിൽ സമയം കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്ലൗസ് ഇട്ട കൈ വന്നവനെ പൊക്കിയെടുക്കുന്നു. ശേഷം ഒരു കട്ടിംഗ് മെഷീന്റെ അകത്തേക്ക് വെച്ച് അവനെ മുറിക്കാനായിട്ട് ലിവർ പൊക്കുമ്പോൾ അവിടെ നിന്ന് ടൈറ്റിലിട്ട് ഡബിൾ ബ്ലൈൻഡ് എന്ന മൂവി ഇവിടെ ആരംഭിക്കുകയാണ്. ബ്ലാക്ക്വുഡ് ഫാർമസ്യൂട്ടിക്കൽ എന്നു പേരുള്ള വലിയൊരു കമ്പനി അവരുടെ പുതിയൊരു മരുന്നിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചറിയാൻ ഒരു ട്രയൽ നടത്തുകയാണ്. അതിലൊരു പാർട്ടിസിപ്പന്റ് ആയിട്ട് വരുന്ന നമ്മുടെ നായിക, അവളുടെ പേര് ക്ലെയർ എന്നാണ്. അവൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നല്ല ടയേർഡായിരുന്നു. സോ എങ്ങനെയെങ്കിലും കുറച്ചു നേരം ഉറങ്ങണമെന്ന് കണക്കുകൂട്ടി അവൾ അവിടെ കിടക്കുന്നു. അപ്പോഴാണ് അവളുടെ റൂംമേറ്റ് ആയ ആലിസൺ വന്ന് അവളെ പരിചയപ്പെടുന്നത്. ആലിസൺ ഒരു സൂപ്പർ കൂൾ ഹാപ്പി പേഴ്സൺ ആണ്. അവൾ ആ എനർജിയിൽ തന്നെ ക്ലെയറിനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ക്ലെയർ ആണെങ്കിൽ ടയേർഡ് ആയതുകൊണ്ട് തന്നെ സംസാരിക്കാൻ അത്ര വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. അപ്പോഴാണ് ആ റൂമിലെ അടുത്തയാൾ വരുന്നത്. പുള്ളിക്കാരിയാണെങ്കിൽ ഭയങ്കര ടഫ് ക്യാരക്ടറാണ്. സോ ആലിസൺ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവൾ സ്വന്തം കാര്യം നോക്കി പോവുകയാണ്. ഇവർ 3 ഗേൾസും പിന്നെ 4 ബോയ്സും അങ്ങനെ 7 പേരാണ് എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ വന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയ ക്ലെയറിനെ ആലിസൺ ഉറങ്ങാനേ സമ്മതിക്കുന്നില്ല. അവസാനം അവളുടെ വായടപ്പിച്ചപ്പോൾ ഇവർക്കുള്ള ആദ്യ അനൗൺസ്മെന്റ് വന്നു. എല്ലാവരും എക്സാം റൂമിലേക്ക് എത്തേണ്ടതാണ്. പറഞ്ഞതനുസരിച്ച് 7 പേരും എത്തിയിട്ടുണ്ട്. ഇതാണ് അവരുടെ എക്സാം റൂം. പിന്നെ ഇതാണ് അവർ ധരിക്കേണ്ട ആ ഒരു യൂണിഫോം. സോ ഈ കഥ അവസാനിക്കുന്നത് വരെ സെയിം യൂണിഫോം, സെയിം ഡ്രസ്. ഇവർക്ക് ഇവിടെ നെറ്റ്വർക്ക് ഒന്നും തന്നെ അവൈലബിൾ അല്ല. പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്ത വിധം ഒരു ബേസ്മെന്റിലാണ് ഈ പരീക്ഷണം നടക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ ക്ലെയർ അവളുടെ അമ്മയ്ക്ക് ഇനി എന്നെ വിളിക്കേണ്ട എന്ന് ദേഷ്യത്തോടെ മെസ്സേജ് ഇടുന്നുണ്ട്. പക്ഷെ മെസ്സേജ് ആണെങ്കിൽ സെൻഡ് ആവുന്നില്ല. വൈഫൈ ഇല്ലാത്തതൊരു ചതിയായി പോയി എന്നവർ ആലോചിക്കുമ്പോൾ അവിടേക്ക് ഒരു ഡോക്ടർ വരുന്നു. ഇതാണ് ഡോക്ടർ ബർക്ക്. പുള്ളിക്കാരിയാണ് ഈ ഒരു പരിപാടിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. സോ ഡോക്ടർ അവരോട് ഇവിടെ നടക്കാൻ പോകുന്ന ട്രയലിനെ കുറിച്ചൊക്കെ പറയുകയാണ്. ഇത് അബെക്സറ്റൈൻ BR-14 കുറിച്ചുള്ള ഫേസ് 1 സ്റ്റഡിയാണ്. ഇവർ 7 പേരും 5 ദിവസമാണ് ഇതിനു വേണ്ടി ഇവിടെ ചെലവഴിക്കേണ്ടത്. ആദ്യ ദിവസം ചെറിയ ഡോസായ 25 മില്ലിഗ്രാമിൽ തുടങ്ങി അവസാന ദിവസം 85 ഗ്രാം മില്ലിയുള്ള പിൽസ് ആണ് എല്ലാവരും കഴിക്കേണ്ടത്. ഇതൊരു ഡബിൾ ബ്ലൈൻഡ് ട്രയൽ ആണ്. സോ ഇത് തന്നെയാണല്ലോ നമ്മുടെ മൂവിയുടെ ടൈറ്റിലും. ഡബിൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്ന ഈ ഒരു ട്രയലിന്റെ യഥാർത്ഥ ഉദ്ദേശമോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസോ 2 കൂട്ടുകാർക്കും അറിയാൻ സാധിക്കില്ല. അതായത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 7 പേർക്കും ഇവരെ സൂപ്പർവൈസ് ചെയ്യുന്ന ഡോക്ടർ ബർക്കിനും അതറിയില്ല. മാത്രമല്ല ഇങ്ങനെയൊരു ട്രയലിൽ ചിലർ പ്ലസീബോ ആയിരിക്കും. അതായത് ഡമ്മി പാർട്ടിസിപ്പൻസ്. അവരിൽ പരീക്ഷണം നടത്തുന്നുണ്ടാവില്ല. പക്ഷേ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ അത് ആരാണെന്നും ഇവർക്ക് ആർക്കും തന്നെ അറിയാൻ സാധിക്കില്ല. എന്നാൽ ഇവർ ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ സൈഡ് എഫക്ട് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഇതൊരു ഈസി പ്രോസസ് ആയിരിക്കും എന്നുകൂടി ഡോക്ടർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ഇവരുടെ കൂട്ടത്തിലെ റേ ചോദിക്കുന്നത് ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റുമോ എന്നാണ്. പക്ഷേ ഇവിടുത്തെ റൂൾസ് ഉണ്ടാക്കിയത് ഡോക്ടർ ബർക്ക് അല്ലാത്തത് കൊണ്ട് തന്നെ കമ്പനി റൂൾസ് പ്രകാരം ട്രയൽ അവസാനിച്ചതിന് ശേഷമേ ഇവർക്ക് പുറത്തിറങ്ങാൻ അനുവാദമുള്ളൂ. അത് കേട്ട് എല്ലാവരും നിരാശരാകുകയാണ്. ശേഷം നഴ്സുമാർ വന്ന് അവർക്കുള്ള ആദ്യ ഡോസേജായ 25 മില്ലിഗ്രാം കൊടുക്കുമ്പോൾ എല്ലാവരും അത് കഴിക്കുന്നത് നോക്കി ടെൻഷൻ അടിച്ചിരുന്ന് അവസാനമാണ് ക്ലെയർ ആ ഒരു പിൽസ് കഴിക്കുന്നത്. ഇതിനുശേഷം അവരുടെ ഭക്ഷണത്തിനുള്ള സമയമാണ്. ഇതാണ് അവരുടെ മെയിൻ സ്പോട്ട്. ഇവിടെയാണ് അവർക്കുള്ള ലിവിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് സംസാരത്തിനിടയിൽ ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഇവിടെ എല്ലാവരും ഒന്നും അപരിചിതരല്ല. ഇതാണ് റേ. പിന്നെ ഈ മുടിയുടെ പേര് പോൾ. അവരിതിനു മുൻപും ഇതുപോലുള്ള എക്സ്പെരിമെന്റിലൊക്കെ പങ്കെടുത്ത് പരിചയമുള്ളവരാണ്. ഈസിയായിട്ട് പണം സമ്പാദിക്കാനുള്ള മാർഗമായാണ് 2 പേരും ഇതിനെ കാണുന്നത്. പക്ഷേ ക്ലെയറിനെ അവരിതിനു മുൻപ് കണ്ടിട്ടേയില്ല. സോ ഏതെങ്കിലും ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ഈസി മണി ഉണ്ടാക്കാൻ വന്നതാണോ എന്നവർ ചോദിക്കുമ്പോൾ ഈസിയാണോ എന്നറിയില്ല. പക്ഷേ പണത്തിന് ആവശ്യം വന്നപ്പോൾ വേറെ മാർഗങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് വന്നതെന്ന് ക്ലെയർ പറയുന്നു. ഇവരിവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും നേരത്തെ കണ്ട ചേച്ചി മാത്രം മിണ്ടാതെ കലിപ്പിച്ചിരിക്കുകയാണ്. സോ പോൾ അവളെ കുറിച്ച് ക്ലെയറിനോട് പറയുകയാണ്. അവളുടെ പേര് വെനേസ. റേയും പോളും അവളെ നേരത്തെ തന്നെ അറിയാം. അതായത് 3 പേരും ഇങ്ങനെ പണം സമ്പാദിക്കുന്നവരാണ്. വെനേസയുടെ പാരന്റ്സ് ഭയങ്കര റിലീജിയസ് ആണ്. സോ അവളെ ആ ഒരു രീതിയിൽ വളർത്തിയത് കൊണ്ട് ആരോടും വലിയ അടുപ്പമൊന്നും കാണിക്കില്ല. അതൊക്കെ പറഞ്ഞവർ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അടുത്തതായിട്ട് ടെസ്റ്റുകൾ ചെയ്യാനുള്ള സമയമാണ്. അവരുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാനായിട്ട് ബ്ലഡും യൂറിനും ഒക്കെ മാറി മാറി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എപ്പോഴും യൂറിനൊന്നും എടുക്കാൻ പറ്റില്ല എന്നവൾ തീർത്തു പറയുകയാണ്. പക്ഷേ ഇതിനൊക്കെയാണല്ലോ അവരെ പണം കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ 10 മിനിറ്റ്സിനുള്ളിൽ യൂറിൻ എടുത്തോ എന്നും പറഞ്ഞ് നഴ്സ് പോവുകയാണ്. അങ്ങനെ ഒരു കുന്ന് ടെസ്റ്റുകൾക്കൊടുവിൽ ക്ലെയർ വന്നൊന്ന് കിടക്കുമ്പോൾ വീണ്ടും സംസാരിച്ച് വെറുപ്പിക്കാനായിട്ട് ആലിസൺ വരുന്നുണ്ട്. അവളുടെ സംസാരം കേട്ട് വായടപ്പിക്കാനായിട്ട് ഷൗട്ട് ചെയ്യുന്ന ക്ലെയറിന് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു. സോ അവൾ വീണ്ടും വീക്ക് ആവുകയാണ്. വൊമിറ്റ് ചെയ്ത് വാഷ്റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്ന ക്ലെയറിനെ അമീർ പരിചയപ്പെടുന്നുണ്ട്. അവനൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. ബ്ലാക്ക്
ലേക്ക്വുഡ് കമ്പനിയുടെ സമ്മർ ഇന്റേൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്ത അവനെ കമ്പനി വിളിച്ചത് ട്രയലിന് വേണ്ടിയാണ്. സോ ഇതിൽ പങ്കെടുത്ത് താനൊരു നല്ല ടീം പ്ലെയർ ആണെന്ന് തെളിയിക്കണം എന്ന ഉദ്ദേശത്തിലാണ് അമീർ വന്നത്. പക്ഷേ ഇപ്പോഴാണ് അവന് താൻ എന്തിലേക്കോ വന്ന് ചാടിയിരിക്കുന്നതാണെന്ന് തോന്നുന്നത്. ശേഷം ചുറ്റും ഇരുൾ പടരുമ്പോൾ തന്റെ തലച്ചോറിൽ എന്തോ സംഭവിക്കുന്നത് പോലെ ഉറങ്ങാനാവാതെ ക്ലെയർ എഴുന്നേൽക്കുകയാണ്. അപ്പോഴാണ് തന്റെ 2 റൂംമേറ്റ്സും അവിടെ ഇല്ല എന്ന് അവൾ തിരിച്ചറിയുന്നത്. അവൾ ആ ഒരു ഇരുട്ടിലൂടെ നടന്ന് ഒരു മുറിയുടെ കതക് തുറക്കുമ്പോൾ അവിടെ ബാക്കി 6 പേരും എന്തോ ചർച്ചയിലാണ്. അവർ വന്നതറിഞ്ഞ് അവരെല്ലാവരും അവളെ നോക്കുമ്പോൾ സമയം വെളുപ്പിന് 3:30 ആയിട്ടുണ്ട്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് അവൾ പറയുമ്പോൾ എനിക്കറിയാം ഞങ്ങൾക്ക് ആർക്കും തന്നെ ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് റേയും പറയുന്നു. അങ്ങനെ ആദ്യ ദിവസം അവസാനിക്കുമ്പോൾ തന്നെ അവർ 7 പേർക്കും എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ അമീർ ഡോക്ടർ ബർക്കിനോട് പറയുമ്പോൾ ഇതൊരു ഉറക്കമില്ലായ്മയല്ലേ, അതിൽ ഇത്ര ഭയപ്പെടാനൊന്നുമില്ല എന്നും പറഞ്ഞവരെ തള്ളിക്കളയുന്നു. അപ്പോൾ ഡോക്ടർ അവന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ രാത്രിയിൽ നഴ്സുമാർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് താനും ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, പക്ഷേ അവനൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയതുകൊണ്ടും ഈ ഒരു ടെസ്റ്റുകളെ കുറിച്ചൊക്കെ അറിയാനുള്ള താല്പര്യം കൊണ്ടും ചോദിക്കുന്നതാണ്. പക്ഷേ ഡോക്ടർ ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നേയില്ല. ശേഷം 2-ാം ദിവസം രാവിലെ 7 മണി. ഇത്രയും നേരമായിട്ടും ആരും തന്നെ ഉറങ്ങിയിട്ടില്ല. പതിവ് പോലെ നഴ്സുമാരൊക്കെ വന്നു, ടെസ്റ്റുകൾ നടത്തി. പിന്നെ അവരെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്ത് സമയം തള്ളി നീക്കാൻ തുടങ്ങി. 30 മണിക്കൂറായി ഉറങ്ങിയിട്ട് എന്തോ വീടായി തോന്നുന്നു എന്ന് ആലിസൺ പറയുന്നുണ്ട്. അവരാണെങ്കിൽ ഗെയിംസ് കളിച്ചും പടം വരച്ചൊക്കെയാണ് സമയം കളയുന്നത്. ഇതിനിടയിൽ ടെസ്റ്റ് റിപ്പോർട്ട്സ് എല്ലാം കണ്ട ഡോക്ടർ ബർക്കിന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇവർ 7 പേരിൽ ആരും തന്നെ പ്ലസീബോ അല്ല, എല്ലാവരും ജെനുവിൻ പാർട്ടിസിപ്പൻസ് ആണ്. ഇക്കാര്യം ഡോക്ടർ ഫോണിലൂടെ കമ്പനി അതോറിറ്റീസിനോട് പറയുകയാണ്. ഈ മരുന്ന് അവരുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. അവരുടെ ബ്രെയിൻ അത് അപകടമാണ്. ഈ പിൽസ് ശരിക്കും 25 മില്ലിഗ്രാം ആണോ ഉള്ളത് എന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ എന്നെല്ലാം ഡോക്ടർ ചോദിക്കുമ്പോൾ ഇതൊരു ഡബിൾ ബ്ലൈൻഡ് ട്രയൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തരാൻ സാധിക്കില്ല എന്ന മറുപടിയാണ് അവർ കൊടുക്കുന്നത്. ശേഷം അവർ ഇവരുടെ സ്കാനിംഗ് റിപ്പോർട്ട്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡോക്ടർ അയച്ചു കൊടുത്ത 2 റിപ്പോർട്ട്സും ഒരേ ദിവസം തന്നെ ചെയ്ത സ്കാനിങ്ങിന്റേതാണെന്നും എല്ലാവരുടെയും ഗ്രോത്ത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതാണെന്നും പറയുന്നു. സോ ഇവർക്ക് കാര്യമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അവിടുത്തെ സീനിയർ റിസർച്ചറാണ് പിന്നീട് ഡോക്ടറിനോട് സംസാരിക്കുന്നത്. പക്ഷേ അവരെന്താണ് സംസാരിച്ചതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. പകരം സിനിമയുടെ തുടക്കത്തിൽ കണ്ട പോലെ കുറച്ച് എലിക്കോട്ടന്മാരെയാണ് കാണുന്നത്. ആലിസണും ക്ലെയറും അവരെ നോക്കി ഓരോന്ന് സംസാരിക്കുകയാണ്. ആ എലി ആലിസൺ ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി ജീവിതം ആസ്വദിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. എന്നാൽ ക്ലെയർ ആണെങ്കിൽ നേരെ തിരിച്ചാണ് ചിന്തിക്കുക. അവളായിരുന്നെങ്കിൽ ഒരു കൂരെയെങ്കിലും ഉണ്ടാകുമല്ലോ എന്ന് ആശ്വസിച്ച് അതിന്റെ സംരക്ഷണത്തിൽ അവിടെ തന്നെ ജീവിക്കും. അങ്ങനെ 2 വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ സംസാരത്തിന് ശേഷം 3-ാം ദിവസം വന്നെത്തി. ഡോക്ടർ ബർക്ക് വന്ന് എല്ലാവരോടുമായിട്ട് പറയുന്നത് ഇതാണ്: ഇവിടുത്തെ കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എത്ര സമയം വരെ ഉണർന്നിരിക്കാൻ സാധിക്കുമെന്നാണ്. സോ ആരും തന്നെ ഉറങ്ങരുത്. ആരെങ്കിലും ടയേർഡ് ആവുകയാണെങ്കിൽ എന്നെയോ ഇവിടുത്തെ സ്റ്റാഫിനെയോ വിവരം അറിയിക്കുക. ഇതും പറഞ്ഞ് ഡോക്ടർ പോകുമ്പോൾ അമീർ അവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടർ അവനെ ഇഗ്നോർ ചെയ്യുകയാണ്. ശേഷം ക്ലെയർ ഇന്നത്തെ ഡോസേജ് മരുന്ന് കഴിച്ചിട്ട് സ്കാനിങ്ങിനായിട്ട് മെഷീനകത്തേക്ക് കയറുന്നു. പക്ഷേ അതിനകത്ത് ഇരുട്ടാകുമ്പോൾ അവൾ ആകെ സമ്മർദ്ദത്തിലാവുകയാണ്. ഒരു അടഞ്ഞ ഡോറും ഒരു സ്ത്രീ ശബ്ദവും. ക്ലെയറിന് പഴയ ഓരോ ഓർമ്മകളൊക്കെ വരികയാണ്. അവളുടെ അമ്മയുടെ ദേഷ്യവും ഇരുട്ടിലാക്കപ്പെട്ട ബാല്യവും എല്ലാം ഓർമ്മ വന്ന് ക്ലെയർ പേടിച്ച് നിലവിളിക്കുന്നു. പിന്നെ ചുറ്റിനും നിശബ്ദത മാത്രം. ക്ലെയർ ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ്. പക്ഷേ ആസ് യൂഷ്വൽ അവളുടെ ചെവിക്ക് ശല്യമായിട്ട് ആലിസൺ വന്നെടുത്തിരിക്കുന്നു. ഇപ്പോഴവൾ വന്നത് ക്ലെയറിന്റെ മൂഡ് മാറ്റാനാണ്. അവൾക്ക് എപ്പോഴെങ്കിലും നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അത് മാറ്റാനായിട്ട് ചെയ്യുന്നൊരു ട്രിക്ക് ഉണ്ട്. പണ്ടത്തെ ഈ ടെട്രിസ് ഗെയിമിലെ പല കളേഴ്സിലും ഷേപ്പിലുമുള്ള ബ്ലോക്സ് ഒക്കെ താഴേക്ക് വരുമ്പോൾ അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്ന വീഡിയോ ഗെയിം. ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ആദ്യമായിട്ട് കളിച്ച വീഡിയോ ഗെയിം ചിലപ്പോൾ അതായിരിക്കും. സോ അവൾ ആ ഒരു ഗെയിം മനസ്സിൽ സങ്കല്പിച്ച് കളിക്കാമെന്ന് പറഞ്ഞ് അതിനെ മ്യൂസിക് മൂളിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ക്ലെയറിന് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവളുടെ മൂഡ് ചേഞ്ച് ആയിട്ട് ഒരു ചിരി പാസ്സാക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ഒക്കെ കഴിഞ്ഞ് സമയം വെളുപ്പിന് 1:23. ആർക്കും തന്നെ ഉറക്കമില്ല. അതത്ര നല്ല കാര്യമായിട്ട് അവർക്ക് തോന്നുന്നുമില്ല. സമയമാണെങ്കിൽ കടന്നു പോവുകയാണ്. 4ാമത്തെ പ്രഭാതം എത്തുകയാണ്. ഇത്തവണ പിള്ളേർ കൊടുത്ത മരുന്നിന് ഡോസ് കണ്ട് അവരൊന്ന് ഞെട്ടുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതിലും കൂടുതൽ ഡോസ് ആണ് കഴിക്കാൻ പോകുന്നത്. അവരതിന് തയ്യാറാകാതെ നിൽക്കുമ്പോൾ ഡോക്ടർ ബർക്ക് പുതിയൊരു അറിയിപ്പ് കൊടുക്കുന്നു. നമ്മുടെ ട്രയലിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്മാറാം. പക്ഷേ അവസാനം വരെ നിൽക്കുന്ന ഓരോ പാർട്ടിസിപ്പൻസിനും ബോണസ് ആയിട്ട് 30,000 യൂറോ ആണ് ലഭിക്കാൻ പോകുന്നത്. അത് കേട്ട് എല്ലാവരും തുള്ളിച്ചാടുമ്പോൾ ക്ലെയറിനും അമീറിനും മാത്രം അതിലെന്തോ പന്തികേട് തോന്നുന്നു. പക്ഷേ ഇത്രയും ഹ്യൂജ് എമൗണ്ട് കിട്ടുന്നത് ഭാഗ്യമാണെന്ന് കരുതി അവരെല്ലാവരും ചെറിയ പാർട്ടി പോലെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അതിനിടയിൽ അവർക്കെല്ലാം നല്ല ഉറക്ക ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട്. അവരെല്ലാവരും അങ്ങനെ ടയേർഡ് ആയിട്ട് ഇരിക്കുന്നത് കണ്ട് ഡോക്ടർ ബർക്ക് വീണ്ടും കമ്പനി അതോറിറ്റീസിനോട് സംസാരിക്കുമ്പോൾ ട്രയൽ നിർത്താൻ അവർ തയ്യാറല്ല എന്നും പകരം ഡോസ് കൂട്ടിക്കൊടുക്കാനുമാണ് പറയുന്നത്. അത് കേട്ട് ഡോക്ടർ ടെൻഷനായി നിൽക്കുമ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം ചേർന്ന് കിട്ടാൻ പോകുന്ന പണം എങ്ങനെ ചെലവഴിക്കുമെന്ന ചർച്ചയിലാണ്. ആ ഒരു സംസാരം കേട്ട് ക്ലെയർ പതിയെ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ ആലിസൺ അവളെ വിളിച്ചുണർത്തുന്നു. ശേഷം ക്ലെയറിന്റെ പ്ലാനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് ആ ഒരു സംസാരത്തിനിടയിൽ ആലിസനെ ഒരു നല്ല സുഹൃത്തായിട്ട് ക്ലെയർ കാണുന്നില്ല എന്ന് ആലിസന് മനസ്സിലാകുന്നത്. അതവളെ നന്നായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. കാരണം ആലിസൺ ക്ലെയറിനെ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് കണ്ടത്. പക്ഷേ തിരിച്ചവൾക്ക് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കി ആലിസൺ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അത് കണ്ട് ബാക്കി എല്ലാവരും ക്ലെയറിനെ ഒരുമാതിരി ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കൂട്ടത്തിൽ അമീർ മാത്രം ഉണ്ടായിരുന്നില്ല. അവൻ ഡോക്ടർ ബർക്കിന്റെ ഓഫീസിന് പുറത്തു നിന്ന് അവർ പറയുന്നതെല്ലാം ഒളിച്ചു കേട്ടിട്ട് അവർ പോയ
പോയ ശേഷം റൂമിലേക്ക് കയറി ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുകയാണ്. തങ്ങളുടെ സ്കാനിങ് ഇമേജസ് എല്ലാം ചെക്ക് ചെയ്ത് അവർക്കുണ്ടായ സൈഡ് എഫക്ട്സ് എല്ലാം അവൻ മനസ്സിലാക്കുകയാണ്. അതവൻ മറ്റൊരു പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവിടെ TV കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ പിള്ളേർക്ക് ഗ്രെയിൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ആലിസൺ മാത്രം കുറച്ചപ്പുറത്തായിട്ട് മാറിയിരിക്കുകയാണ്. നേരത്തെ ക്ലെയർ പറഞ്ഞ കാര്യം അവളെ വിഷമിപ്പിച്ചു എന്ന് മനസ്സിലാക്കി ക്ലെയർ അവളുടെ അടുത്തേക്ക് പോകുന്നു. അവൾ മാപ്പ് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ആലിസൺ ഉറങ്ങുകയാണെന്ന് മനസ്സിലാകുന്നത്. സോ അവളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ക്ലെയർ തട്ടി വിളിക്കുമ്പോൾ അവൾക്കൊരു അനക്കവും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ അവളുടെ മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നുമെല്ലാം രക്തം ഒഴുകാൻ തുടങ്ങി. ക്ലെയർ പേടിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തുമ്പോൾ ആരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആലിസനാണെങ്കിൽ പിടഞ്ഞ് താഴേക്ക് വീണ് വളരെ വിയേഡായിട്ട് വായിൽ നിന്ന് നുരയും പതയും എല്ലാം ഒഴുകി മരണപ്പെടുകയാണ്. അത് കണ്ട് എല്ലാവരും സ്റ്റക്കാകുമ്പോൾ ആ ഒരു കാഴ്ച കണ്ട് ഡോക്ടർ ബർക്കും അന്തിച്ചു നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെയെല്ലാം റെഡ് ലൈറ്റ് ഓൺ ആവുകയാണ്. സുരക്ഷാ ലംഘനം സംഭവിച്ചതുകൊണ്ട് ലോക്ക്ഡൌൺ പ്രോട്ടോകോൾ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നു. അത് കേട്ട് എല്ലാവരും ഓടുമ്പോൾ ക്ലെയർ മാത്രം അവിടെ തരിച്ചിരിക്കുകയാണ്. 30 സെക്കൻഡിനുള്ളിൽ മെയിൻ ഡോർ അടയുമെന്ന് മനസ്സിലാക്കി പോൾ വന്ന് ക്ലെയറിനെയും പിടിച്ചു വലിച്ച് ഓടുകയാണ്. ഡോക്ടർ ബർക്ക് ആദ്യമേ ഓടിയതുകൊണ്ട് ഡോർ അടയുന്നതിന് മുൻപേ തന്നെ അവിടെ എത്തുന്നുണ്ട്. പക്ഷേ പാതി അടഞ്ഞ ഡോറിനിടയിൽപ്പെട്ട് അതിലെ മെറ്റൽ റോഡ് ഡോക്ടറിന്റെ വയറ്റിൽ തറച്ചു കയറുകയാണ്. വേദന കൊണ്ട് കരയുന്ന ഡോക്ടറിനെ ഡോർ മുഴുവനായിട്ട് അടയുന്നതിന് മുൻപേ തന്നെ മാർക്കസും റേയും വളരെ പണിപ്പെട്ട് വലിച്ചു കയറ്റുന്നുണ്ട്. അപ്പോഴും ഡോക്ടറിന്റെ ജീവൻ രക്ഷിക്കാനൊന്നും അവർക്ക് സാധിക്കുന്നില്ല. എല്ലാവരോടും മാപ്പ് പറഞ്ഞ് ഡോക്ടർ ബർക്കും മരണപ്പെടുകയാണ്. അത് കണ്ട് എല്ലാവരും പേടിച്ച് മരവിച്ചിരിക്കുമ്പോൾ സമയം 6:32 എന്നത് മാറി 24 മണിക്കൂർ കാണുന്നു. അതായത് അടുത്ത 24 മണിക്കൂർ ഇവർ 6 പേരും ഇതിനകത്ത് ലോക്ക്ഡ് ആയിരിക്കും. പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ 6ാമനായ അമീർ ഇപ്പോഴാണ് ഓടിയെത്തുന്നത്. അവനോട് അവർ സംഭവിച്ചതെല്ലാം പറയുന്നുണ്ട്. ഒരേ സമയം 2 പേരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതും പറഞ്ഞ് ക്ലെയർ പതിയെ കണ്ണടയ്ക്കുമ്പോൾ അത് കണ്ട് പാനിക് ആകുന്ന അമീർ അവളെ തട്ടി വിളിക്കുന്നു. ആരും ഉറങ്ങരുത്, എല്ലാവരും ഉണർന്നിരിക്കണം, ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക്, നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ മരണപ്പെടും എന്നൊക്കെ അവൻ പേടിച്ചരണ്ട് പറയുകയാണ്. അതായത് അമീർ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ ഇവനിവിടെ നടന്ന കാര്യങ്ങളിൽ എന്തോ പ്രശ്നങ്ങളുള്ളതായിട്ട് മനസ്സിലാക്കിയിരുന്നു. അത് കൺഫേം ചെയ്യാനായിട്ട് സ്കാനിംഗ് റിപ്പോർട്ട്സ് നോക്കിയപ്പോഴാണ് ഇവർ കഴിച്ചിരുന്ന മരുന്നുകളുടെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് അവന് മനസ്സിലായത്. ഈ മരുന്ന് അവരുടെ ബ്രെയിനെ മോശമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇത്രയും മണിക്കൂർ അവർക്ക് ഉറക്കം വരാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ സ്വയം ടയേർഡ് ആയതുകൊണ്ട് തന്നെ ബ്രെയിൻ സ്വയം ഷട്ട് ഡൗൺ ആകാൻ ശ്രമിക്കുകയാണ്. അത് കേട്ട് എല്ലാവരും പാനിക് ആകുമ്പോൾ ടെൻഷൻ ആകുന്ന റേ അമീറിനെ പിടിച്ച് ചുമരിനോട് ചേർത്തിട്ട് നമ്മളെല്ലാവരും മരിക്കാൻ പോകുന്നു എന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുന്നു. പക്ഷേ അവനവരെ സമാധാനിപ്പിക്കുകയാണ്. നമുക്കൊന്നും തന്നെ സംഭവിക്കില്ല. അടുത്ത 24 മണിക്കൂർ നമ്മളെല്ലാവരും ഉറങ്ങാതെ പിടിച്ചു നിന്നാൽ പുറത്തിറങ്ങി നമുക്കിത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. എന്നാൽ 24 മണിക്കൂർ കഴിയാതെ ഇവിടുന്ന് ആർക്കും തന്നെ പുറത്തിറങ്ങാൻ സാധിക്കില്ല. കാരണം കമ്പനിയുടെ സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഗേറ്റ് തല്ലിപ്പൊളിക്കാൻ നോക്കിയിട്ടും സാധിക്കുന്നില്ല. മാത്രമല്ല ഇപ്പോഴെന്താണ് ഇങ്ങനെയൊരു ലോക്ക്ഡൌൺ വന്നതെന്നും അവർക്കാർക്കും തന്നെ അറിയില്ല. സോ വന്നത് വന്നു, ഇനി എങ്ങനെ തരണം ചെയ്യാം എന്ന് നോക്കണം. ഇക്കൂട്ടത്തിൽ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് അമീറിന് മാത്രമാണ്. അവൻ ഉറക്കം വരുമ്പോൾ അത് മാറ്റാനായിട്ട് കുറച്ച് സ്മെല്ലിംഗ് സോൾട്ട് എടുത്ത് ഓരോരുത്തർക്കും 5 എണ്ണം വീതം കൊടുക്കുന്നുണ്ട്. അത് കിട്ടുമ്പോൾ തന്നെ റേ ഒരെണ്ണം ഉപയോഗിക്കുന്നത് കണ്ട് ഇങ്ങനെ എപ്പോഴും യൂസ് ചെയ്യരുതെന്നും 24 മണിക്കൂർ സർവൈവ് ചെയ്യാനുള്ളതിനാൽ എമർജൻസി സിറ്റുവേഷനിൽ മാത്രം യൂസ് ചെയ്യാൻ അമീർ അവരെ വാൺ ചെയ്യുകയാണ്. കാരണം ഓരോ പാക്കറ്റും ഒരു തവണ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ശേഷം റേ അവിടെ നിന്ന് ഒരു മരുന്ന് ബോട്ടിൽ എടുത്തിട്ട് ഇതുപയോഗിച്ചാൽ എനർജി കിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അമീർ അവനെ തടയുകയാണ്. അമീർ പറയുന്നത് ഉറക്കം മാറ്റാനായിട്ട് നമ്മളൊരു കോഫി പോലും കുടിക്കരുതെന്നാണ്. കാരണം അതൊക്കെ ഇവരുടെ കണ്ടീഷൻ മോശമാക്കത്തേയുള്ളൂ. ഇതിനുള്ള ഒരേയൊരു മെഡിസിൻ ഉണർന്നിരിക്കുക എന്നതാണ്. ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവനായിട്ട് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും. സോ നമ്മൾ പുറത്തിറങ്ങേണ്ട കാലതാമസം മാത്രമേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കോമയിലാകാനും ചാൻസ് ഉണ്ട്. അത് കേട്ട് എല്ലാവരുടെ മുഖം മാറുമ്പോൾ അമീർ അവരെ സമാധാനിപ്പിക്കുന്നു. പേടിക്കേണ്ട, നമ്മൾ എല്ലാവരും ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോകും. 24 മണിക്കൂർ ഉറങ്ങാതെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നാൽ മാത്രം മതി. ശേഷം എല്ലാവരും ഓരോന്ന് ചെയ്ത് സമയം എങ്ങനെയെങ്കിലുമൊക്കെ നീക്കാൻ തുടങ്ങി. പോളാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതേസമയം മാർക്കസ് അവിടെ ജോഗിംഗ് ഒക്കെ ചെയ്ത് എനർജി കൂട്ടുകയാണ്. ഇവർ 6 പേരും ഉറങ്ങാതെ 100 മണിക്കൂറിലധികം സമയമാണ് ഇവിടെ ചെലവഴിച്ചത്. അതെല്ലാം പറഞ്ഞ് റേ ആ വീഡിയോയ്ക്ക് മുന്നിലിരുന്ന് തത്വങ്ങൾ വിളമ്പുമ്പോൾ അമീർ ഇവിടെ ക്ലെയറിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലെയർ ആണെങ്കിൽ വലിയൊരു മാനസിക പിരിമുറുക്കത്തിലാണ്. ആലിസന്റെ രക്തക്കറകൾ ദേഹത്ത് തെറിച്ച ശേഷം ക്ലെയറിന് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. അത് മനസ്സിലാക്കുന്ന അമീർ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ടീഷൻ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നവൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ അതവളെ അറിയിക്കാതെ അവൻ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യുന്നുണ്ട്. ശേഷം ക്ലെയർ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മയക്കം വന്ന് അവളുടെ അമ്മയുടെ താരാട്ടുപാട്ട് കേൾക്കുന്നത് പോലെ തോന്നുകയാണ്. പക്ഷേ അവൾ സ്വയം കൺട്രോൾ ചെയ്ത് ഉറങ്ങാൻ
ഉറങ്ങാതെ ഫോണിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. എന്റെ പേര് ക്ലെയർ ബാഡി. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ മരിച്ചിട്ടുണ്ടാകും. ഇതിന്റെ അമ്മ ഹെലൻ ബ്രാഡിക്കുള്ള ഒരു മെസ്സേജാണ്. അമ്മ സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലെ പാലിയേറ്റീവ് കെയർ വാർഡിലെ പേഷ്യന്റ് ആണ്. ഇത് ശരിക്കും വലിയൊരു ടിസ്റ്റാണല്ലേ അമ്മേ? എനിക്ക് നിങ്ങളെക്കാൾ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. നിങ്ങൾ സ്വന്തം ലിവർ നശിപ്പിക്കാൻ 20 വർഷം എടുത്തു. പക്ഷേ ഞാൻ വെറും 4 ദിവസം കൊണ്ടാണ് എന്റെ ബ്രെയിൻ നശിപ്പിച്ചത്. എനിക്കറിയാം നിങ്ങൾ എന്നോട് ക്ഷമ ചോദിക്കാനാണ് കോൾ ചെയ്യുന്നതെന്ന്. പക്ഷെ ഒരു സോറി കൊണ്ട് ഒരിക്കലും ഒന്നും മാറാനൊന്നും പോകുന്നില്ല. ഓൾറെഡി നമ്മൾ ഒരുപാട് വൈകി. ഈ വീഡിയോ കൊണ്ട് ഒന്നും മാറി മറിയാനൊന്നും പോകുന്നില്ല എന്ന് തോന്നിയിട്ടാകാം. ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം അവൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ്. ശേഷം ക്ലെയർ നേരെ ചെല്ലുന്നത് ലാബിലേക്കാണ്. അവിടെ ഒരു എലിക്കുടനെ അവൾ പുറത്തേക്ക് പോകാനായിട്ട് തുറന്നു വിടുന്നുണ്ട്. പക്ഷേ ആ എലി പുറത്തേക്ക് പോകാതെ അകത്ത് ചെന്ന് സ്ഥാനം ഉറപ്പിക്കുകയാണ്. നേരത്തെ അവൾ ആലീസിനോട് പറഞ്ഞ അതേപോലെ തന്നെ സംഭവിച്ചു. ഇനി അവർക്ക് 16.5 മണിക്കൂർ കൂടി പിടിച്ചു നിൽക്കണം. പക്ഷേ റേ അവിടെ ഉറക്കം നോങ്ങി നിൽക്കുകയായിരുന്നു. അവന്റെ കയ്യിൽ ഇനി സോൾട്ട് ഒന്നും തന്നെ ബാക്കിയില്ല. അവനത് വെറുതെ ഉപയോഗിച്ചു തീർത്തു. സോ അവൻ സോൾട്ടിന് വേണ്ടി ഓരോരുത്തരോടും അപേക്ഷിക്കുമ്പോൾ ആരും അവരുടെ പങ്കു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അവൻ വെനേസയോട് ദൈവത്തിന്റെ പേര് പറഞ്ഞ് സംസാരിച്ച് സോൾട്ട് ചോദിക്കുമ്പോൾ അവൻ അവളോട് ദേഷ്യപ്പെടുകയാണ്. കാരണം അവൾക്ക് ഈ ദൈവത്തിലൊന്നും വിശ്വാസമില്ല. സത്യത്തിൽ കുടുംബക്കാരുടെ ദൈവവിശ്വാസ മതസങ്കല്പങ്ങളിൽ നിന്ന് മാറി ജീവിക്കാനാണ് അവൾ വീട് വിട്ടിറങ്ങിയത്. അതും പറഞ്ഞ് വെനേസ വിഷമിച്ച് പോകുമ്പോൾ റേ ശരിക്കും 3G ആയി. ഇതേ സമയം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അമീറിന്റെ മനസ്സിലും ചാഞ്ചാട്ടം വന്നു തുടങ്ങിയിട്ടുണ്ട്. അവന് ഡോക്ടർ ബർക്ക് എഴുന്നേറ്റിരിക്കുന്നത് പോലെ തോന്നുമ്പോൾ സ്വയം കൺട്രോൾ ചെയ്ത് ജോലി തുടരുകയാണ്. പക്ഷെ മറ്റൊരിടത്ത് ക്ലെയർ വീണ്ടും ആ ഒരു താരാട്ടുപാട്ട് കേൾക്കാൻ തുടങ്ങി. അവളെ ഉറക്കാനായിട്ട് അവളുടെ മനസ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റിനും ഇരുട്ടായതുപോലെ. നേരത്തെ കണ്ട ഡോർ വീണ്ടും കാണുമ്പോൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ക്ലെയറിനെ മാർക്കസ് വന്ന് വിളിച്ചുണർത്തുന്നു. അവളാകെ വീക്കായിട്ടിരിക്കുകയാണ്. പക്ഷെ മാർക്കസ് നല്ല ഉഷാറായിട്ടിരിപ്പുണ്ട്. അവൾക്കും അവനെ പോലെയാകാൻ എന്ത് ചെയ്യണമെന്ന് തിരക്കുമ്പോൾ അവനൊരു കഥ പറയുകയാണ്. ഇതത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം. ഞാൻ ഒരിക്കലും പേടിക്കില്ല. ഞാൻ എന്തായാലും രക്ഷപ്പെടും. ഇത് നോക്ക്, ഞാനൊരു ഹൈക്കർ ആയിരുന്നു. ഒരു ദിവസം സിയാരസ്റ്റ് ഫോറസ്റ്റിൽ കയറുമ്പോൾ വലിയൊരു പണി കിട്ടി. അന്ന് എനിക്ക് നല്ല വേദനയുണ്ടായിരുന്നു. നടക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അന്ന് ഞാൻ തനിച്ചായിരുന്നത് കൊണ്ട് തന്നെ അവിടെ കിടന്ന് തണുത്ത് വിറച്ച് ചാകാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ ആ ഒരു മുറിവും വെച്ച് രണ്ടും കൽപ്പിച്ച് ഞാൻ നടക്കാൻ തുടങ്ങി. സോ നമ്മൾക്കൊരു ആവശ്യം വരുമ്പോൾ ഏതറ്റം വരെയും പോകാൻ നമ്മൾ തയ്യാറാകും. അത് കേട്ട് മോട്ടിവേറ്റ് ആയ ക്ലെയർ നേരെ വരുന്നത് ഡോക്ടർ ബർക്കിന്റെ ഓഫീസിലേക്കാണ്. അവൾ അവിടെ എത്തിയ ആ ഒരു സിസ്റ്റത്തിൽ തന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ കൺക്ലൂഷൻ ആയിട്ട് എഴുതിയിരിക്കുന്നത് ഇതാണ്: എക്സ്ട്രീംലി സ്ട്രോങ് കാൻഡിഡേറ്റ് ഫോർ ഹൈ റിസ്ക് ട്രയൽസ്. സോ ഇനിയും പിടിച്ചു നിൽക്കാൻ അവളെ കൊണ്ട് സാധിക്കും എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ 1 മണിക്കൂർ കൂടി കടന്നുപോയിരിക്കുന്നു. കിച്ചണിലേക്ക് വരുന്ന ക്ലെയർ കാണുന്നത് ഗ്യാസ് ഫ്ലെയിമിൽ കൈവെച്ച് പൊള്ളിക്കുന്ന വെനേസയാണ്. ഉറങ്ങാതെ പിടിച്ചു നിൽക്കാൻ ഇവർക്കിനി ഇങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സോ ഇതിനുശേഷം അവർ പരസ്പരം സംസാരിക്കുമ്പോൾ രണ്ടുപേർക്കും ഇതുവരെ നല്ലൊരു ജീവിതമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറുമല്ല. ഇതേ സമയം വാഷ്റൂമിൽ ഉണ്ടാകുന്ന മർക്കസിന് എന്തൊക്കെയോ ഡിഫറന്റ് ആയിട്ട് ഫീലിംഗ് വരുന്നു. അവൻ ചൂളം അടിച്ചതിന് ശേഷവും ആ ഒരു ശബ്ദം റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നു. ടാപ്പ് ഓൺ ചെയ്യുമ്പോഴാണെങ്കിൽ വെള്ളം വരുന്നുണ്ട്, പക്ഷേ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ടാപ്പ് അടച്ച ശേഷം വെള്ളം പോകുന്ന പോലെ സൗണ്ടും കേൾക്കുന്നു. അവനാണെങ്കിൽ ആ മുന്നിലുള്ള കണ്ണാടിയിൽ തട്ടുമ്പോഴും സെയിം അവസ്ഥ തന്നെ. സോ അവൻ അവിടെ നിന്ന് മാറി നടക്കുമ്പോൾ വീണ്ടും ചൂളമടിക്കുന്ന ശബ്ദം കേൾക്കാം. പക്ഷെ അവിടെ ഒന്നും തന്നെ ആരുമില്ലല്ലോ. പിന്നെ ചുറ്റിനും നിശബ്ദത മാത്രമാവുകയാണ്. അങ്ങനെ കാര്യം മനസ്സിലാകാതെ നടന്നു വന്ന് മെയിൻ ഡോറിനടുത്തെത്തുമ്പോൾ ഡോർ ഓപ്പൺ ആകുന്നു. അവൻ അതിലൂടെ നടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുറ്റും കൂരാക്കൂരി ഇരുട്ട് മാത്രമാവുകയാണ്. അവൻ അങ്ങനെ അനന്തതയിലേക്ക് നടക്കുമ്പോൾ സൈറൻ മുഴങ്ങുന്ന ശബ്ദം കേൾക്കാം. അപ്പോൾ അവന്റെ രൂപം പതിയെ മറഞ്ഞ് ഒരു കൃഷ്ണമണിയിലേക്ക് ഫോക്കസ് ചെയ്ത് വരുമ്പോൾ മാർക്കസ് അവിടെ മരിച്ചു കിടക്കുന്നതായിട്ട് കാണാം. ആലിസൺ മരണപ്പെട്ടതുപോലെ തന്നെ മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നുമെല്ലാം രക്തമൊഴുകി ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം. ആ ഒരു കാഴ്ച കണ്ട് ബാക്കി 5 പേരും സ്തംഭിച്ചു നിൽക്കുകയാണ്. ഈ പുള്ളിക്കാരൻ ഇപ്പോൾ മരിക്കുമെന്ന് ഞാനോട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല കേട്ടോ. കുറച്ച് മുന്നേ കൂടി മോട്ടിവേഷൻ ഒക്കെ തന്ന് കോൺഫിഡന്റ് ആയിട്ടിരുന്ന മനുഷ്യനായിരുന്നല്ലോ. എന്തായാലും ഒരാൾ കൂടി മരണപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഡിസ്റ്റർബ്ഡ് ആണ്. ഇവർക്കിനി 15 മണിക്കൂറുകൾ കൂടി ബാക്കിയുണ്ട്. ക്ലെയറിന്റെ സ്ഥിതിയാണെങ്കിൽ വഷളായി കൊണ്ടിരിക്കുകയാണ്. സോ അവൾ എങ്ങനെയൊക്കെയോ ഏന്തി വലിഞ്ഞ് കിച്ചണിലേക്ക് ചെന്ന് ആ ഒരു ഗ്യാസ് ഫ്ലെയിമിലേക്ക് നോക്കി കിടക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു എലിക്കുടൻ അവളെ നോക്കി അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അതും നോക്കി മനോബലം വീണ്ടെടുക്കാൻ അവൾ ആ ഒരു തീയിലേക്ക് കൈവച്ച് അലറി കരയുകയാണ്. ശേഷം ഉറച്ചൊരു തീരുമാനമെടുത്ത് കൂടെയുള്ളവരുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുകയാണ്. ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നാൽ അടുത്തത് ആരായിരിക്കും മരിച്ചു വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ ഒന്നുകിൽ ഇങ്ങനെ സമയം നീക്കി ആരെങ്കിലും നമ്മളെ രക്ഷിക്കുമെന്ന പ്രതീക്ഷയിലിരിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി കണ്ടെത്തണം. എന്തായാലും ക്ലെയറിന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് മടുത്തു. സോ അവൾ ഈ ഫ്ലോറിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പോലെ വരച്ചുണ്ടാക്കിയ ചിത്രമെടുത്ത് അവരോട് പ്ലാൻ പറയുന്നു. അവർക്ക് മുന്നിലായിട്ട് കാണുന്ന വാളിടിച്ച് തകർക്കാനാണ് അവളുടെ പ്ലാൻ. പക്ഷേ അമീറിന് അതത്ര ഒരു നല്ല പ്ലാൻ ആയിട്ട് തോന്നുന്നില്ല. കാരണം ഈ ഒരു കമ്പനിയെ കുറിച്ചും ഇത്തരം ബിൽഡിംഗ്സിനെ കുറിച്ചൊക്കെ അവന് നല്ല ധാരണയുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി ലോക്ക്ഡൌൺ ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകാനുള്ള എല്ലാ മാർഗവും അവർ അടച്ചിട്ടുണ്ടാക്കും. പക്ഷെ അവൻ പറയുന്നത് കേൾക്കാൻ ആരും തന്നെ കൂട്ടാക്കുന്നില്ല. അവർ 4 പേരും മാറി മാറി ആ ഒരു മതിൽ അടിച്ചു പൊളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് സമയത്തെ കഷ്ടപ്പാടിന് ശേഷം ഒരുപാട് ടയേർഡായിട്ടും പോൾ ആ മതിലിൽ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ റേ വന്ന് വെനേസയ്ക്ക് ഒരു ടർക്കി പുതപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ അവളെ കെയർ ചെയ്യുന്നത് കണ്ട് ക്ലെയർ ഒരുമാതിരി അവനെ നോക്കുമ്പോഴാണ് മതിലിടിച്ച് അതിനറ്റം കണ്ടു എന്ന് പറഞ്ഞ് പോൾ അവരെ വിളിക്കുന്നത്. സോ പോളും റേയും
റേയും കൂടി ബാക്കി മണ്ണും സിമെന്റും എല്ലാം മാറ്റി നോക്കുമ്പോൾ അതിനപ്പുറത്തായിട്ട് മറ്റൊരു മെറ്റൽ വാൾ കാണുകയാണ്. അത് കണ്ടവർ ശരിക്കും നിരാശരാകുകയാണ്. കാരണം അമീർ പറഞ്ഞതായിരുന്നു ശരി, അവർക്കിതിലൂടെ അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കില്ല. അവർ ശരിക്കും പെട്ടിരിക്കുകയാണ്. ഇത്രയും നേരത്തെ എഫേർട്ട് എല്ലാം വെള്ളത്തിലായി. ക്ലെയർ ആണെങ്കിൽ മറ്റൊരു മതിൽ കൂടി പൊളിച്ചു നോക്കാമെന്ന് പറയുമ്പോൾ അവർക്കത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നുന്നില്ല. വെറുതെ എനർജി വേസ്റ്റ് ചെയ്യുന്ന പണിയാണ് എന്ന് അവർക്ക് മനസ്സിലായി. അതേസമയം റേക്ക് തോന്നുന്നത് അവൻ നേരത്തെ ഷെൽഫിൽ നിന്നെടുത്ത മരുന്ന് കഴിച്ചാൽ കുറച്ച് എനർജി കിട്ടിയാലോ എന്നാണ്. പക്ഷെ അമീർ അങ്ങനെ ചെയ്യരുതെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ക്ലെയർ അവനോട് റിസ്ക് ആണെന്ന് പറയുന്നു. പക്ഷേ റേ ഇവർ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അതും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി വഴക്കിടുമ്പോൾ അമീറിനോട് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് പോകാനായിട്ട് അവൾ തയ്യാറാകുന്നു. അപ്പോഴാണ് അമീറിന് അതിനെക്കുറിച്ചൊക്കെ എങ്ങനെ അറിയാം എന്ന് റേക്ക് സംശയം തോന്നുന്നത്. ഈ മതിൽ തകർത്താലും പുറത്തു പോകാൻ സാധിക്കില്ല എന്നവൻ പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. അതിനെക്കുറിച്ചൊക്കെ അവൻ എങ്ങനെ അറിയാം? റേ ആണെങ്കിൽ ഇതിനു മുൻപും ഇങ്ങനത്തെ എക്സ്പെരിമെന്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അവൻ മാത്രമല്ല ഇവർ മൂന്നുപേരും. പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം ഇവർക്ക് ആദ്യമായിട്ടാണ്. ഒരുപക്ഷെ അമീർ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയതുകൊണ്ടും ഈ ഒരു കമ്പനിയുമായിട്ട് വർക്ക് ചെയ്യാൻ അപ്ലൈ ചെയ്തതുകൊണ്ടും അറിയാവുന്നതായിരിക്കും എന്ന് പോൾ ഊഹിക്കുന്നു. പക്ഷേ റേ പറയുന്നത് ചിലപ്പോൾ അമീർ കമ്പനിയുടെ ആളാണെങ്കിലോ, അവൻ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണെങ്കിലോ. അങ്ങനെയാണെങ്കിൽ അവൻ എങ്ങനെയാണ് ഇത്രയും സമയം ഉറങ്ങാതിരുന്നത്? ഈ പിൽസ് കഴിച്ചാൽ മാത്രമാണ് ഇത്രയും നേരം ഉണർന്നിരിക്കാൻ സാധിക്കുന്നത്. സോ അമീർ ആ ഒരു മരുന്ന് കഴിച്ചിട്ടുണ്ടാകുമല്ലോ. സ്വന്തം ജീവൻ പണയം വെച്ച് ആരെങ്കിലും ജോലി ചെയ്യുമോ എന്ന സംശയമായിരുന്നു പോളിന്. സോ അവരതിലെ സത്യം കണ്ടുപിടിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു. ഇതേ സമയം അമീറിനെ കാണാനായി എത്തിയ ക്ലെയറിന് അവനൊരു ലെറ്റർ കൊടുക്കുകയാണ്. അവൻ ഇതുവരെ അവരോട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അറിയിക്കാൻ സാധിച്ചിരുന്നില്ല. ഇവരിപ്പോൾ ഇവിടെ ഇങ്ങനെ ലോക്കായതിന് കാരണം അമീറാണ്. അവൻ സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ MRI സ്കാൻ റിപ്പോർട്ടിന് കോപ്പി എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇവിടെ ലോക്ക്ഡൌൺ അനൗൺസ് ചെയ്തത്. താനാണ് എല്ലാത്തിനും കാരണക്കാരൻ എന്ന കുറ്റബോധത്തിൽ അമീർ അവിടെ കിടന്നുറങ്ങാൻ പോകുമ്പോൾ അവൾ അവനെ തടയുന്നു. ഇവിടെ ഇവരെ സഹായിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് അമീറിന് മാത്രമാണ്. സോ അതും പറഞ്ഞ് അവൾ അവനെ എൻകറേജ് ചെയ്യുമ്പോൾ അമീറിനും നല്ലൊരു ഐഡിയ കിട്ടുന്നുണ്ട്. അവനുടനെ ചാടി എഴുന്നേറ്റ് അവളോട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് മീഥൈൽ അയോഡൈഡ് ഉണ്ടാക്കാൻ സാധിച്ചാൽ ഇവർക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ആക്ച്വലി അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കും. സാധാരണ അങ്ങനെ സംഭവിച്ചാൽ ആ ഒരു വ്യക്തി മരണപ്പെടും. പക്ഷേ ഇവരിപ്പോൾ കഴിച്ച പിൽസിന്റെ സൈഡ് എഫക്ട് കാരണം അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കില്ല. സോ അവനതിനെക്കുറിച്ച് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇതൊരു നല്ല ഐഡിയ ആണോന്ന് പോലും അമീറിന് സംശയമൊക്കെ തോന്നുന്നുണ്ട്. കാരണം അവനെന്തോ സ്വബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്. പക്ഷേ അവളത് നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞ് എല്ലാവരെയും അറിയിക്കാനായിട്ട് പോവുകയാണ്. ആ ഒരു നിമിഷം അമീറിന് മരിച്ചുപോയ ഡോക്ടർ ബർക്കിന്റെ വിഷൻ വരുമ്പോൾ സസ്പീഷ്യസ് ആയ പോലെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇതേ സമയം ക്ലെയറിനടുത്തേക്ക് പോൾ വന്ന് അവർക്ക് അമീറിനെ കുറിച്ചുള്ള സംശയങ്ങൾ അവളോട് പറയുകയാണ്. അവൾക്ക് അമീറിനെ വിശ്വാസമാണെന്ന് പറയുമ്പോൾ അവൻ ഒരു മരുന്ന് ബോട്ടിൽ എടുത്ത് കാണിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് അമീറിന്റെ സാധനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഒരു മരുന്നാണ് അവൻ നേരത്തെ റേയോട് എടുക്കരുതെന്ന് പറഞ്ഞത്. പോൾ ഇതെല്ലാം പറയുമ്പോഴേക്കും അവിടുത്തെ പവർ ഓഫ് ആയിട്ട് എല്ലാ ലൈറ്റ്സും ഓഫ് ആവുകയാണ്. ആ ഒരു നിമിഷം താൻ മരിച്ചോ എന്നാണ് ക്ലെയർ പേടിച്ച് ചോദിക്കുന്നത്. അപ്പോൾ പോൾ അവന്റെ ഫോണിലെ ഫ്ലാഷ് ഓണാക്കി അവൾ മരിച്ചിട്ടില്ല എന്ന് സമാധാനിപ്പിക്കുകയാണ്. ശേഷം അവർ രണ്ടുപേരും പവർ ഓണാക്കാനായിട്ട് ആ ഇരുട്ടിലൂടെ ഓടുകയാണ്. അതിനിടയിൽ പോളിന്റെ ഫോണിലെ ചാർജ് തീർന്ന് അവന്റെ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആകുമ്പോൾ ക്ലെയർ വീണ്ടും ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ആദ്യം ആ ഒരു താരാട്ടുപാട്ടാണ് കേൾക്കുന്നത്. ശേഷം അവളുടെ അമ്മയുടെ ശബ്ദവും. ക്ലെയർ, അമ്മ ഇവിടെ തന്നെയുണ്ട്, നീ പതിയെ കണ്ണടച്ചുറങ്ങിക്കോളൂ. അത് കേട്ടിട്ടും അവൾ എങ്ങനെയെങ്കിലും ഫ്യൂസ് കണ്ടുപിടിക്കാനായിട്ട് അവിടെ പരതുകയാണ്. അപ്പോൾ പോളിനെ വിളിച്ചിട്ടും അവന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ആ ഒരു നിമിഷം ആലീസിന്റെ ശബ്ദം കേൾക്കുകയാണ്. നിനക്കവനെ നഷ്ടപ്പെട്ടു, എല്ലാവരും മരിച്ചു, നീ ഇവിടെ തനിച്ചാണ്, നീ ഉറങ്ങ് ക്ലെയർ, ഗീവ് അപ്പ്. അതിന്റെ കൂടെ നീ എന്താ കിടന്നുറങ്ങാത്തത് എന്ന് അമ്മയുടെ ശബ്ദവും. എല്ലാം കൂടി അവൾക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പോൾ അവളെ വിളിക്കുന്നു. അടുത്ത നിമിഷം ചുറ്റിനും നിശബ്ദത മാത്രമാവുകയാണ്. അവൾ ഫോണിന്റെ ലൈറ്റ് ഉപയോഗിച്ച് ചുറ്റും നോക്കുമ്പോൾ അവളുടെ മുന്നിലായിട്ട് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ആലിസൺ. അത് കണ്ട് പേടിച്ചലർന്ന ക്ലെയറിന്റെ കയ്യിൽ നിന്നും ഫോൺ തെറിച്ചു പോകുന്നുണ്ട്. അവളാണെങ്കിൽ ആ സമയത്ത് കയ്യിലെ ലൈറ്റർ ഓൺ ചെയ്ത് എങ്ങനെയൊക്കെയോ ആ ഒരു ഫ്യൂസ് കണ്ടുപിടിച്ച് പവർ ഓണാക്കുമ്പോൾ കാണുന്നത് താഴെ ബോധം കെട്ട് കിടക്കുന്ന പോളിനെയാണ്. അവൾ ഉടനെ തന്നെ കയ്യിലുണ്ടായിരുന്ന സോൾട്ട് മണപ്പിച്ച് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഭാഗ്യത്തിന് പോളിനൊന്നും തന്നെ സംഭവിച്ചില്ല. ശേഷം കാണുന്നത് ലാബിലുള്ള പോളിന്റെയും ക്ലെയറിന്റെയും അടുത്തേക്ക് അമീർ വരുന്നതാണ്. അവന് പുറകെ വെനേസയും വരുന്നുണ്ട്. ആക്ച്വലി അവരെല്ലാവരും കൂടി അമീറിനെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവന്റെ സാധനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ ആ പിൽ ബോട്ടിൽ അത് കാലിയായിരുന്നു. സോ അവൻ അവരോട് ഇത് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഉപയോഗിച്ചോ എന്നാണ് അവരുടെ ചോദ്യം. പക്ഷേ അമീർ പറയുന്നത് അവനത് കളഞ്ഞു എന്നാണ്. കാരണം ആരും അത് ഉപയോഗിക്കാൻ പാടില്ല. അവനതും പറഞ്ഞ് പേടിച്ച് പുറകിലേക്ക് നടക്കുമ്പോൾ റേ വന്ന് അമീറിനെ മൂക്കിനടിച്ച് താഴേക്കിടുകയാണ്. ശേഷം പോളിന്റെ സഹായത്തോടെ അവൻ അമീറിനെ കെട്ടിയിടുന്നു. ഇപ്പോൾ ഇവിടെ പവർ ഓഫ് ആക്കിയത് അമീർ ആണെന്നാണ് റേ പറയുന്നത്. അവനല്ല എന്ന് അമീറും എതിർത്ത് പറയുന്നുണ്ട്. പക്ഷേ റേ എല്ലാ കുറ്റവും അമീറിന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇവനും ഈ കമ്പനിയുടെ ഭാഗമാണെന്ന് അവൻ സമർത്ഥിക്കുമ്പോൾ അമീർ പറയുന്നത് കേൾക്കാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല. റേ ആണെങ്കിൽ അവന്റെ മനസ്സിലെ കാര്യങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് ഇവിടെ സീക്രട്ട് റൂംസിൽ കമ്പനിയുടെ ആളുകളുണ്ടെന്ന് വരെ അവൻ പറയുമ്പോൾ ക്ലെയർ അതിലിടപെടുകയാണ്. പക്ഷേ റേയും വെനേസയും അമീറിന്റെ രഹസ്യം കണ്ടെത്തണമെന്ന വാശിയിലാണ്. റേ ഒരു കത്തിയെടുത്ത് അമീറിന്റെ നേർക്ക് നീട്ടി അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവനെന്തെങ്കിലും അബദ്ധം കാണിച്ചാലോ എന്ന് പേടിച്ച് ക്ലെയർ ഉടനെ ഇവന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കും എന്ന് പറയുകയാണ്. അത് കേട്ടിട്ട് അമീറും തനിക്ക് ഇവരെ സഹായിക്കാൻ സാധിക്കുമെന്ന് പറയുകയാണ്. അത് വിശ്വസിക്കാൻ റേ തയ്യാറായിരുന്നില്ല. അടുത്ത കള്ളത്തരമാണെന്ന് അവൻ സംശയിക്കും
സംശയിക്കുമ്പോൾ എന്താണ് ഐഡിയ എന്ന് പോൾ അമീറിനോട് ചോദിക്കുന്നു. സോ മീഥൈൽ അയോഡൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചുള്ള പ്ലാൻ അവൻ അവരോട് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോളും ക്ലെയറും തീരുമാനിക്കുന്നു. ക്ലെയർ അത് സ്വന്തം ശരീരത്തിൽ പരീക്ഷിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അവർ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. സോ അമീർ പറഞ്ഞു കൊടുക്കുന്നത് പോലെ പോൾ ആ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെനേസയും റേയും മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. ശരിക്കും നേരത്തെ ഫ്യൂസ് ട്രിപ്പ് ചെയ്തത് റേ ആയിരുന്നു. അത് വെനേസ നേരിട്ട് കണ്ടതുമാണ്. പക്ഷെ അവൻ ആ ഒരു കുറ്റം അമീറിന്റെ തലയിൽ വെച്ചു കൊടുത്തു. ശരിക്കും അവന്റെ പ്ലാൻ അമീറിനെ ഉറക്കാനായിരുന്നു. ഇവര് കഴിച്ചിരുന്ന പിൽസ് അവൻ കഴിച്ചിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് റേ ശ്രമിക്കുന്നത്. പക്ഷെ വെനേസ ഇത് മനസ്സിലാക്കിയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുമെന്ന് കരുതുമ്പോൾ അവളും ഒരു സെഡേറ്റീവ് എടുത്തിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർ രണ്ടുപേരും ഒറ്റ സെറ്റായി, ഒറ്റ മൈൻഡ്. അമീറിനെ എങ്ങനെയും ഉറക്കണം. അവരതും പ്ലാൻ ചെയ്ത് വരുമ്പോൾ ക്ലെയറും അമീറും ഇവിടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. സോ എങ്ങനെയും ക്ലെയറിനെ അവിടുന്ന് മാറ്റുക എന്നതാണ് അവരുടെ ടാസ്ക്. ഇവരാണെങ്കിൽ ഒരിക്കലും ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമാകരുതായിരുന്നു എന്ന ചർച്ചയിലാണ്. അമീർ ആദ്യം വിചാരിച്ചിരുന്നത് ഈ കമ്പനി അവനെ അതിനെ തെരഞ്ഞെടുത്തത് അവന് ടാലന്റ് കണ്ടിട്ടാണെന്നാണ്. ഇപ്പോഴാണ് അവന് മനസ്സിലായത് ചോദിക്കാനും പറയാനും ഒരു സുഹൃത്തോ കുടുംബമോ ഇല്ലാത്തത് കൊണ്ടാണ് അവനെ സെലക്ട് ചെയ്തതെന്ന്. അവരെങ്ങനെ വിഷമങ്ങളും പ്രതീക്ഷകളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സൊല്യൂഷൻ റെഡിയായെന്ന് പോൾ പറയുന്നു. സോ ക്ലെയർ അത് പരീക്ഷിക്കാനായിട്ട് ഇരുന്നു കൊടുക്കുമ്പോൾ അമീർ അവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ റേ അവിടെ മാറി നിൽക്കുന്ന വെനേസയെ നോക്കുന്നുണ്ട്. അവൾ ആ സെഡേഷൻ എടുത്ത് റെഡിയായിട്ട് അമീറിന് നേരെ നടക്കുമ്പോഴേക്കും പെട്ടെന്ന് ആരോ വീഴുന്ന ശബ്ദം. വെനേസ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ വീണ് കിടക്കുന്നത് അവൾ തന്നെയാണ്. എല്ലാവരും പാനിക്കായിട്ട് അവളുടെ അടുത്തേക്ക് ഓടുമ്പോൾ അവിടെ ചുറ്റും വെളുത്ത പുകപടലങ്ങൾ നിറയുകയാണ്. അങ്ങ് ദൂരെ അവളെ നോക്കി ഒരു കാലന്റെ രൂപം വന്ന് നിൽക്കുമ്പോൾ അവളുടെ ആത്മാവ് അലറി കരയുകയാണ്. ആ ഒരു നിമിഷം മറ്റുള്ളവരെ പോലെ തന്നെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നുമെല്ലാം രക്തമൊഴുകി അവൾ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോൾ ഓടിച്ചെന്ന് പുതിയ സൊല്യൂഷൻ നിറച്ച സിറിഞ്ച് എടുക്കുമ്പോൾ ബീക്കർ ഇരുന്ന് ആ ടേബിളിൽ തട്ടുന്നുണ്ട്. അങ്ങനെ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വെനേസ ആ ഒരു സിറിഞ്ച് തട്ടിത്തെറിപ്പിച്ചിടുകയാണ്. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൾ വായിൽ നിന്നെല്ലാം നുരയും പതയും വന്ന് മരിക്കുമ്പോൾ അവരുണ്ടാക്കിയ ബാക്കി സൊല്യൂഷൻ വെച്ചിരുന്ന ബീക്കറും താഴെ വീണ് പൊട്ടുകയാണ്. സോ അവരുടെ അവസാന പ്രതീക്ഷയും നഷ്ടമായി. അത് കണ്ട് അമീർ ഭ്രാന്തമായിട്ട് ചിരിക്കുകയാണ്. അത് കേട്ട് കലി കയറുന്ന ക്ലെയർ അവന് നേരെ കത്തി ചൂണ്ടി നിർത്താൻ പറയുമ്പോൾ അവനും ഭ്രാന്ത് പിടിച്ച പോലെ തന്നെ കൊല്ലാൻ ആവശ്യപ്പെടുന്നു. ആ ഒരു നിമിഷം അവൾ ആ കത്തി താഴെയിടുമ്പോൾ അവൻ എന്തൊക്കെയോ കിടന്ന് പുലമ്പുകയാണ്. ആക്ച്വലി അവരുടെ എല്ലാം അവസ്ഥ വളരെയധികം മോശമായിട്ടിരിക്കുകയാണ്. ഇനിയാണെങ്കിൽ 4 പേര് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. ക്ലെയർ ആണെങ്കിൽ ഇനി എത്ര സമയം ബാക്കിയുണ്ടെന്ന് നോക്കാനായിട്ട് പോകുമ്പോൾ അവൾ അതിൽ സമയത്തിന് പകരം ഗുഡ് നൈറ്റ് എന്നാണ് കാണുന്നത്. വീണ്ടും ക്ലെയർ ഒത്തിരി ടയേർഡായിട്ട് ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യം ആ ഒരു താരാട്ടുപാട്ട്, പിന്നീട് അവൾ കാണുന്ന അതേ ഡോർ. മയക്കത്തിലേക്ക് വീഴും മുൻപേ അവൾ ആ ഒരു ഫോൺ എടുത്ത് വീണ്ടും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നു. ഇത്തവണ പറയുന്നത് ആ ഒരു താരാട്ടുപാട്ടിനെ കുറിച്ചാണ്. അമ്മ ചെറുപ്പത്തിലെ അവൾക്ക് പാടിക്കൊണ്ടിരുന്ന താരാട്ടായിരുന്നു അത്. അത് അവളുടെ തലയിൽ അങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ക്ലെയറിന്റെ അമ്മ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. അങ്ങനെയാണ് ലിവറൊക്കെ അടിച്ചുപോയത്. എന്നാൽ മദ്യപിക്കാത്ത സമയത്ത് അവർ അവൾക്ക് നല്ലൊരു അമ്മയായിരുന്നു. അവൾക്ക് അതിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവളുടെ ശരീരം മുഴുവൻ അവൾക്കെതിരെ പ്രവർത്തിച്ച് ഉറങ്ങാനായിട്ട് നിർബന്ധിക്കുകയാണ്. അത് പറയുമ്പോഴേക്കും അവൾ ഉറക്കം തൂങ്ങി കയ്യിലുണ്ടായിരുന്ന ഫോൺ നിലത്ത് വീഴുകയാണ്. പോക്കറ്റിൽ നിന്ന് സോൾട്ട് എടുക്കുമ്പോൾ അതും കയ്യിൽ നിന്ന് വീണ് അവൾ അവിടെ നിലം പതിക്കുകയാണ്. കയ്യെത്തും ദൂരത്ത് കിടക്കുന്ന സോൾട്ട് എടുക്കാനായിട്ട് ക്ലെയർ ശ്രമിക്കുമ്പോൾ അവൾ പതിയെ ഉയർന്നു മുകളിലേക്ക് പോകുന്ന പോലെ ഫീൽ ചെയ്യുകയാണ്. പെട്ടെന്ന് കണ്ണു തുറന്ന് താഴേക്ക് നോക്കി ആ ഒരു സോൾട്ടിനടുത്തേക്ക് പറന്നു ചെന്ന് കൈ നീട്ടി അവൾ എങ്ങനെയോ അതെടുത്ത് മണക്കുകയാണ്. ഭാഗ്യത്തിന് കറക്റ്റ് സമയത്ത് അവൾക്ക് സ്വബോധം വീണ്ടെടുക്കാൻ സാധിക്കുന്നു. ശേഷം അവൾ അവിടെ നിന്ന് എഴുന്നേക്കാനായിട്ട് മതിലിൽ പിടിക്കുമ്പോഴാണ് അവിടെ ഒരു സീക്രട്ട് ഡോർ ഉള്ള കാര്യം ക്ലെയർ തിരിച്ചറിയുന്നത്. ആ ഒരു സന്തോഷത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാമെന്ന പ്രതീക്ഷയിൽ ക്ലെയർ അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. എന്നിട്ട് അമീറിനോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കും. നമ്മുടെ കഥ എല്ലാ ന്യൂസ് ചാനലിലും വരും. അങ്ങനെ ഈ ഒരു കമ്പനി തന്നെ അവർക്ക് പൂട്ടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അവളും പോളും കൂടി ആ ഒരു സീക്രട്ട് ഡോർ പൊളിച്ച് അകത്തേക്ക് കടക്കുന്നു. പക്ഷേ അതൊരു ഓട്ടോപ്സി റൂമായിരുന്നു. അവിടെ മറ്റൊരു കഥ കൂടി ഉണ്ടായിരുന്നു. അത് തുറന്നകത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു ലിഫ്റ്റ് പോലത്തെ ഒരു സെറ്റപ്പ് കണ്ട് അവൾ പോളിനെ വിളിക്കുന്നു. ഇതേ സമയം അമീറിന്റെ കാര്യം വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഹാലൂസിനേറ്റ് ചെയ്ത് കാണുന്നത് ഡോക്ടർ ബർക്കിനെയാണ്. അവരവനോട് ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ കണ്ണടഞ്ഞു പോകുന്നു. അപ്പോൾ ഹേ എന്ന് പറഞ്ഞ് വിരൽ ഞൊടിച്ച് ഡോക്ടർ അവനെ ഉണർത്തുന്നു. അവരവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞ് അവരവനെ എരികേറ്റുകയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് വെനേസയുടെ ബോഡിയിൽ നിന്നും നേരത്തെ അമീർ എഴുതിയ കത്ത് റേക്ക് കിട്ടുന്നത്. അതിൽ അവൻ എഴുതിയിരുന്നത് ഇവിടെ ലോക്ക്ഡൌൺ വരാൻ കാരണക്കാരൻ അവനാണ് എന്നാണല്ലോ. അത് വായിച്ച് റേക്ക് നല്ല ദേഷ്യം കയറുമ്പോൾ ഇവിടെ പോളും ക്ലെയറും കൂടി പുറത്തേക്കുള്ള വഴി കണ്ടെത്തിയ സന്തോഷത്തിലായിരുന്നു. എല്ലാവരെയും കൂട്ടി ഇപ്പോൾ തന്നെ രക്ഷപ്പെടാമെന്ന് ക്ലെയർ പറയുമ്പോൾ പോൾ അവിടെ സ്വാർത്ഥനാകുന്നു. നമുക്ക് 2 പേർക്ക് മാത്രം പോയാൽ പോരെ എന്നാണ് അവൻ പറയുന്നത്. ഇതേ സമയം സത്യം പറഞ്ഞ റേ നമ്മുടെ അമീറിന് നേർക്ക് വരികയാണ്. അവനെ അവിടെ കെട്ടിയിരിക്കുന്നത് കൊണ്ട് അമീർ സഹായത്തിന് വേണ്ടി അലറി വിളിക്കുകയാണ്. അത് കേട്ട് ക്ലെയർ ഓടുമ്പോൾ പോളും പിറകെ ഓടുന്നു. റേ ആണെങ്കിൽ അമീറിനെ ആക്രമിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അമീർ അവിടെ താഴെ കിടക്കുന്ന കത്തി എടുക്കാനും അതുപോലെ കയ്യിലെ കെട്ടഴിക്കാനൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ താൻ എന്തിനാണ് ഈ സർജിക്കൽ ബ്ലേഡൊക്കെ എടുത്തതെന്ന് പോലും റേ മറന്നു പോകുന്നുണ്ട്. പക്ഷെ അവനത് ഓർത്തെടുത്ത് അമീറിന്റെ അടുത്ത് വന്നിരുന്ന് കണ്ണിലേക്ക് കുത്താൻ തുടങ്ങുമ്പോഴേക്കും അമീർ അവന്റെ കയ്യിലെ കെട്ടഴിച്ച് തിരിച്ചാക്രമിക്കുന്നു. ആ ഒരു വീഴ്ചയിൽ റേ എടുത്ത ബ്ലേഡ് അവന്റെ തന്നെ കഴുത്തിലായിരുന്നു തറച്ചത്. അവന്റെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകുമ്പോൾ അമീർ താഴെ കിടന്നിരുന്ന കത്തിയെടുത്ത് അവന്റെ ദേഹത്ത് വീണ്ടും
വീണ്ടും ഒരു ഭ്രാന്തനെ പോലെ കുത്തിയിറക്കുകയാണ്. ആ ഒരു നിമിഷം അവിടെ ഓടി വന്ന ബാക്കി രണ്ടുപേരും ഈ കാഴ്ച കണ്ട് പേടിച്ചു നിൽക്കുമ്പോൾ ഡോക്ടർ ബർക്കിന്റെ ഇല്യൂഷൻ വീണ്ടും വരികയാണ്. അവനോട് ബാക്കി രണ്ടുപേരെയും കൂടി കൊന്നുകളയാനാണ് പറയുന്നത്. അത് കേട്ട് അവരെ ലക്ഷ്യമാക്കി വരുമ്പോൾ രണ്ടുപേരും ഓടുകയാണ്. പോളാണ് ആദ്യം ആ സീക്രട്ട് മുറിയിൽ എത്തുന്നത്. പക്ഷേ ക്ലെയറിന് പിന്നാലെ അമീർ വരുന്നത് കണ്ട് പേടിക്കുന്നപ്പോൾ സെൽഫിഷ് ആയിട്ട് ആ ഒരു ഡോർ അടക്കുന്നു. ക്ലെയർ എത്ര കരഞ്ഞു വിളിച്ചിട്ടും അവനത് കണ്ടില്ലെന്ന് നടിച്ചു. അപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ അവളോടി സ്കാനിംഗ് റൂമിലേക്ക് കയറുകയാണ്. അമീർ വന്ന് അവളെ അടിച്ച് നിലത്തിടുകയാണ്. ശേഷം കയ്യിലുള്ള കത്തി വെച്ച് ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ സ്കാനിംഗ് മെഷീന്റെ മാഗ്നറ്റ് പവർ ആ ഒരു കത്തിയെ വലിച്ചെടുക്കുന്നു. അപ്പോൾ അവന് ശ്രദ്ധ മാറുന്ന തക്കത്തിന് അവൻ അവളെ അടിച്ചിട്ട് ഓടിപ്പോവുകയാണ്. ഇതേ സമയം സീക്രട്ട് റൂമിലെ ലിഫ്റ്റിലേക്ക് കയറുന്നപ്പോൾ അവന്റെ ഇവിടുത്തെ അവസാനത്തെ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. അവൻ മാത്രമാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവിടെ മൊത്തം ചുവന്ന ലൈറ്റ് ഓൺ ആകുന്നു. സോ ഇവിടെയും എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി അവൻ ഇങ്ങനെ പറയുന്നു, ഞാൻ എങ്ങാനും മരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ ആയിരിക്കും ഇവിടെ നടന്ന കാര്യങ്ങൾക്കുള്ള ഏക തെളിവ്. അത് പറയുമ്പോഴേക്കും അവൻ അവിടെ വല്ലാത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അവിടെ നിൽക്കാൻ പറ്റാതെ ചുറ്റിനും തൊടുമ്പോഴെല്ലാം കൈ പൊള്ളുകയാണ്. അടുത്ത നിമിഷം അതിനകത്ത് മുഴുവൻ തീപിടിച്ച് അവൻ വെന്ത് മരിക്കുകയാണ്. ഒപ്പം വലിയൊരു സൈറൻ മുഴങ്ങുന്ന ശബ്ദവും കേൾക്കാം. ഇനി 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ക്ലെയർ എന്തിനും തയ്യാറായിട്ട് ഡോക്ടർ ബർക്കിന്റെ മുറിയിൽ നിന്ന് ഒരു കത്രികയും എടുത്ത് നിൽക്കുമ്പോൾ അമീർ എഴുന്നേറ്റ് വന്ന് സ്കാനിംഗ് മെഷീനിൽ നിന്ന് ആ ഒരു കത്തി പറിച്ചെടുക്കുന്നു. പക്ഷേ അവൻ അധിക ദൂരം മുന്നോട്ട് നടക്കാൻ സാധിക്കുന്നില്ല. അവൻ അവിടെ വീഴുമ്പോൾ ക്ലെയർ പതിയെ മയങ്ങി പോകാൻ തുടങ്ങുകയാണ്. ആ ഒരു നിമിഷം ലോക്ക്ഡൌൺ അവസാനിച്ച് മെയിൻ ഡോർ ഓപ്പൺ ആകുന്നത് കണ്ട് എഴുന്നേക്കുന്ന അമീർ എങ്ങനെയൊക്കെയോ ഏന്തി വലിഞ്ഞു പുറത്തേക്ക് നടക്കുകയാണ്. അവിടെ ചുറ്റിനും വെളുത്ത പ്രകാശം കാണാം. അതിനിടയിൽ മാലാകന്മാരെ പോലെ കുറച്ച് ആളുകളെ കാണുമ്പോൾ ഇത് റിയൽ ആണോ എന്ന് അവൻ അമ്പരക്കുന്നുണ്ട്. എന്നാൽ അവൻ കണ്ടത് കമ്പനിയുടെ ആളുകളെയാണ്. അവരുടെ പക്കലുള്ള തോക്കിലേക്കാണ് അവന്റെ നോട്ടം പോകുന്നത്. അടുത്ത നിമിഷം തന്നെ ഒരു വെടിയൊച്ച കേട്ടാണ് ക്ലെയർ ഞെട്ടി എഴുന്നേൽക്കുന്നത്. കമ്പനി അയച്ച ആളുകൾ അമീറിനെ കൊന്നുകളഞ്ഞു. അവർ അവിടെ ബാക്കിയുള്ള സ്ഥലവും സെർച്ച് ചെയ്യുമ്പോൾ ക്ലെയർ അവരുടെ കണ്ണിൽ പെടാതെ ഒളിച്ചു നിൽക്കുന്നു. ശേഷം ഓടി വന്ന് നോക്കുമ്പോൾ അമീറിന്റെ ബോഡി അവിടെ കിടക്കുന്നത് കാണാം. സോ ഇവരവളെ കണ്ടാൽ കൊന്നുകളയുമെന്ന് മനസ്സിലാക്കി അവരെത്തുന്നതിന് മുൻപേ അവന്റെ ദേഹത്തെ ചോരയെല്ലാം മുഖത്ത് തേച്ച് ബാക്കിയുള്ള മൃതദേഹങ്ങൾക്കൊപ്പം അവൾ ഒരു ബാഗിൽ കയറി കിടക്കുന്നു. അവർ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ക്ലെയർ അനങ്ങാതെ മരിച്ചതുപോലെ കിടക്കുകയാണ്. ശേഷം എല്ലാ ബോഡിയും കയറ്റി അവസാനം ക്ലെയറിനെയും എടുത്തിട്ട് അവർ വണ്ടിയെടുത്ത് പോകുമ്പോൾ അവളുടെ അടുത്തേക്ക് ആലിസൺ വികൃതമായ രൂപത്തിൽ വരുന്നുണ്ട്. അത് കണ്ട് പേടിക്കുന്ന ക്ലെയർ അവൾക്ക് ആലിസൺ പറഞ്ഞുകൊടുത്ത പോലെ ടെട്രിസ് ഗെയിമിന് ഹമ്മിങ് മൂളുകയാണ്. എന്നിട്ട് നോക്കുമ്പോൾ ആലിസന്റെ സുന്ദരമായിട്ടുള്ള മുഖം കാണാം. അത് കണ്ട് ആശ്വാസമാകുമ്പോൾ അവൾ ബാഗിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. പെട്ടെന്ന് അവളെ കണ്ട് പാനിക് ആവുന്ന ഡ്രൈവറിന്റെ കൺട്രോൾ പോയിട്ട് വണ്ടി ഒരിടത്ത് മറിഞ്ഞു വീഴുകയാണ്. അത്യാവശ്യം നല്ലോണം പരിക്കൊക്കെ ക്ലെയറിന് പറ്റുന്നുണ്ടെങ്കിലും അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഏന്തി വലിഞ്ഞിറങ്ങുകയാണ്. പക്ഷേ മുന്നോട്ടധിക ദൂരം നടക്കാനാവാതെ അവൾ ആ റോഡിൽ മറിഞ്ഞു വീഴുമ്പോൾ സൂര്യരശ്മിയെ നോക്കി ജീവൻ നിലനിർത്താൻ സാധിച്ചു എന്നവൾ ആശ്വസിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ക്ലെയറിനെയാണ്. 4 മാസത്തെ ഇൻവെസ്റ്റിഗേഷന് ശേഷം ബ്ലാക്ക്വുഡ് കമ്പനിയെ കോടതി വെറുതെ വിട്ടു. ഇവിടെ നടന്ന പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിൽ ഡോക്ടർ ബർക്കാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. സോ മരിച്ചുപോയ ഡോക്ടർ ബർക്കിന്റെ തലയിൽ എല്ലാ കുറ്റവും കെട്ടിവെച്ച് കമ്പനി പുണ്യവാളന്മാരായി. ഇവർക്കെതിരെ സാക്ഷി പറയാൻ ആരും തന്നെ ബാക്കിയില്ല. ഉണ്ടായവരെല്ലാം മരിച്ചു. പിന്നെ നമ്മുടെ നായിക ക്ലെയർ, അവൾ ഗുളിക കഴിച്ചതിന്റെ സൈഡ് എഫക്ട് കാരണം ഇപ്പോൾ കോമയിലാണ്. പക്ഷെ അവസാനത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതെല്ലാവർക്കും പ്രെഡിക്റ്റബിൾ ആണ്. എന്നാലും ഇവന്മാർക്കെതിരെയെല്ലാം സാക്ഷി പറയാനായിട്ട് ക്ലെയർ വരുമെന്ന പ്രതീക്ഷയിൽ അവൾ കണ്ണു തുറക്കുന്നത് കാണിച്ചുകൊണ്ട് ഡബിൾ ബ്ലൈൻഡ് എന്ന മൂവി ഇവിടെ അവസാനിക്കുകയാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മൂവി? നല്ല രീതിയിൽ ടെൻഷനൊക്കെ ബിൽഡ് ചെയ്ത് അതിനകത്തെ മ്യൂസിക്കും ഇട്ട് ഒരു ത്രില്ലർ രീതിയിലാണ് ഈ ഒരു സിനിമ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും കൂടി ഒന്നും മറക്കരുതേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.